ഒരു പ്രണയം ഒരു കാത്തിരിപ്പ് ഭാഗം 9. രചന ഗായത്രി ദേവ്. അടുത്ത ദിവസം ഗായത്രി രാവിലത്തെ ജോലികളെല്ലാം തീർത്തു വച്ച് ബസ് സ്റ്റോപ്പിലേക്ക് ഓടിയിറങ്ങി. 8:45 ബസ് പിടിച്ചാലേ തനിക്ക് കൃത്യസമയത്ത് ഫസ്റ്റ് അവർ അറ്റൻഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അവൾ ഓർത്തുകൊണ്ട് ബസ് സ്റ്റോപ്പിലേക്ക് ധൃതിയിൽ നടന്നു. ശരീരത്തിൻ്റെ ക്ഷീണം അവൾ വകവച്ചില്ല. സുഖമില്ലാതെ അവൾക്ക് വീട്ടിൽ വിശ്രമിക്കാൻ പറ്റിയ സാഹചര്യമല്ലല്ലോ. അവൾ കോളേജിൽ എത്തിയപ്പോൾ സിമി അവളെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. സുഖായോടി? സിമി ചോദിച്ചു. കുഴപ്പമില്ല, ഗായത്രി പതിയെ പറഞ്ഞു. അവർ കോറിഡോറിലൂടെ നടന്നു വരുമ്പോൾ സൂര്യൻ എതിരെ നടന്നു വരുന്നത് കണ്ടു. മുഖം ഗൗരവത്തിലാണ്. സിമിയും ഗായത്രിയും അവൻ്റെ അടുത്തെത്തിയപ്പോൾ വിഷ് ചെയ്തു. അവൻ ഗൗരവത്തോടെ തിരിച്ച് വിഷ് ചെയ്ത് അവരെ കടന്നുപോയി. സിമി അമ്പരന്നു. ഇത് ഇന്നലെ കണ്ട സൂര്യൻ സാർ തന്നെയാണോ? ഇന്നലെ എന്ത് ഫ്രണ്ട്ലിയും കെയറിങ്ങുമായിരുന്നു. അവൾ ഗായത്രിയോട് പറഞ്ഞു. ഗായത്രി ഇന്നലെ സൂര്യൻ വിളിച്ച കാര്യം സിമിയോട് ഷെയർ ചെയ്തു. ഇത് കേട്ട് സിമിയുടെ കണ്ണുകൾ ആശ്ചര്യം കൊണ്ട് വിടർന്നു. എനിക്ക് തോന്നുന്നു സൂര്യൻ സാറിന് നിന്നോടെന്തോ ഒരു പ്രത്യേക ഇഷ്ടമുണ്ടെന്ന്. സിമി അങ്ങനെ പറഞ്ഞപ്പോൾ ഗായത്രി ദേഷ്യത്തോടെ അവളെ നോക്കി. ഞാൻ സത്യം പറഞ്ഞതാടി, നീ എന്നോട് ദേഷ്യപ്പെടേണ്ട. ഇന്നലെ സാർ നിന്നെ കെയർ ചെയ്യുന്ന ഒരു രീതി കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. സിമി ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു. ഇത് കണ്ട് ഗായത്രി മുഖം വെട്ടിച്ചു. രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് പോയി. ഈ സമയം സൂര്യൻ ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറിയോട് പറഞ്ഞ് ഗായത്രിയുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അടങ്ങിയ ഫയൽ അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് കളക്ട് ചെയ്യാൻ ഏൽപ്പിച്ചു. ഒരു സ്കോളർഷിപ്പിന്റെ കാര്യവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഡീറ്റെയിൽസ് ആവശ്യമെന്ന് സെക്രട്ടറിയോട് പറയുകയും ചെയ്തു. അല്ലെങ്കിൽ വെറുതെ ഗായത്രിയുടെ പേരിലൊരു തെറ്റിദ്ധാരണ പടരണ്ടെന്ന് അവൻ ആലോചിച്ചു. 3ാമത്തെ അവറായിരുന്നു സൂര്യൻ്റേത്. അവൻ ക്ലാസ്സിലെത്തിയതും കുട്ടികളെല്ലാം നിശബ്ദരായി. ക്ലാസ് എടുക്കുന്നതിനിടയ്ക്ക് സൂര്യൻ്റെ കണ്ണുകൾ ഇടയ്ക്കിടെ ഗായത്രിയെ തേടിപ്പോയി. അവൾ കാര്യമായി ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുകയാണ്. ക്ലാസ് കഴിഞ്ഞ് സമ്മറൈസ് ചെയ്യുമ്പോൾ അവൻ കുട്ടികളോട് ചോദ്യങ്ങൾ ചോദിച്ചു. മനഃപൂർവ്വം അവൻ ഗായത്രിയെ ഒഴിവാക്കി. അവൾക്ക് ടെൻഷൻ കൊടുക്കേണ്ടെന്ന് അവൻ തീരുമാനിച്ചു. ക്ലാസ് കഴിഞ്ഞ് അവൻ ഡിപ്പാർട്ട്മെന്റിൽ തിരിച്ചെത്തിയപ്പോൾ ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി ഗായത്രിയുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അടങ്ങിയ ഫയൽ അവനെ ഏൽപ്പിച്ചു. അവൻ ഫയൽ തുറന്നു നോക്കി. ഫാദേഴ്സ് നെയിം ദേവദാസ്, മദേഴ്സ് നെയിം ഗീതാഞ്ജലി, ഗാർഡിയൻ അനന്തനാരായണൻ. അവൻ പതുക്കെ വായിച്ചു. ആരാണ് ഈ ഗാർഡിയൻ? അവൻ ആലോചിച്ചു. അവൻ്റെ മനസ്സിലേക്ക് എന്തൊക്കെയോ അസ്വസ്ഥതപ്പെടുത്തുന്ന ചിന്ത. താൻ ഈ പേര് എവിടെയോ കേട്ടിട്ടുണ്ടോ? അനന്തനാരായണൻ, കീഴാറ്റൂർ ഇല്ലം. ബാക്കി അഡ്രസ് അവൻ മനസ്സിൽ പതിപ്പിച്ചു. ഗായത്രിയുടെ വിവരങ്ങൾ കുറിച്ചു വച്ചതിന് ശേഷം അവൻ ആ ഫയൽ ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറിക്ക് തിരികെ നൽകി. 2 മാസങ്ങൾ കഴിഞ്ഞാൽ അവരുടെ കോളേജിൻ്റെ ടെക്നിക്കൽ ആനുവൽ ഫെസ്റ്റ് ആണ്. അതിൻ്റെ ചർച്ചകൾക്കായി അന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ള ക്ലാസുകൾ എല്ലാം റദ്ദാക്കിയിരിക്കുകയായിരുന്നു. കുട്ടികൾ തന്നെയാണ് ടെക്നിക്കൽ ഫെസ്റ്റ് നടത്തുന്നത്. ഓരോ കാര്യങ്ങൾക്കും ചുമതലയുള്ള ഫാക്കൽറ്റി കോർഡിനേറ്റർമാർ ഉണ്ടാകും. ടീച്ചർമാർ കുട്ടികളെ ഒന്ന് ഗൈഡ് ചെയ്താൽ മാത്രം മതി. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും വിവിധ കമ്പനികളിലെ പ്രതിനിധികൾ ആനുവൽ ഫെസ്റ്റിൽ വന്ന് ക്ലാസുകൾ കൊടുക്കുകയും പഠനവുമായി ബന്ധപ്പെട്ട വർക്ക്ഷോപ്പുകൾ നടത്തുകയും ചെയ്യാറുണ്ട്. യൂണിവേഴ്സിറ്റി തലത്തിൽ തന്നെ നടക്കുന്ന ഒരു വലിയ ഇവന്റ് ആയിരുന്നു അത്. സൂര്യൻ്റെ ഉയർന്ന അക്കാഡമിക് പ്രൊഫൈലും ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസും കണക്കിലെടുത്ത് ഡിപ്പാർട്ട്മെന്റിലെ ഹെഡ് ഇത്തവണ സൂര്യനെ ടെക്നിക്കൽ ഫെസ്റ്റിൻ്റെ ഇൻചാർജായി നിയമിച്ചിരിക്കുകയാണ്. ടെക്നിക്കൽ ഫെസ്റ്റിൻ്റെ ഡിസ്കഷനുമായി ബന്ധപ്പെട്ട് അന്ന് ഉച്ചയ്ക്ക് ക്ലാസ്സിൽ എല്ലാവരും നിർബന്ധമായും ഹാജരാകണമെന്ന് സൂര്യൻ ക്ലാസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു.
ഉച്ച കഴിഞ്ഞുള്ള ക്ലാസ് സെഷനിൽ സൂര്യൻ ക്ലാസ്സിലേക്ക് വന്നു കയറി. അവൻ സ്റ്റുഡൻസിനെ വിഷ് ചെയ്തു. ശേഷം ക്ലാസ് ആകമാനം ഒന്ന് കണ്ണോടിച്ചു. ഗായത്രി ക്ലാസ്സിലില്ല. കൂടെ അവളുടെ ഫ്രണ്ട് സിമിയെയും കാണാനില്ല. സൂര്യന് വല്ലാതെ ദേഷ്യം വന്നു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാണ് സിമിയും ഗായത്രിയും രാഹുലും ഓടിപ്പിടിച്ച് ക്ലാസ്സിലേക്ക് കയറി വന്നത്. സൂര്യൻ ദേഷ്യത്തോടെ അവർ 4 പേരെയും നോക്കി. ഇന്ന് ക്ലാസ്സിൽ ടെക്നിക്കൽ ഫെസ്റ്റിന്റെ ഡിസ്കഷൻ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും അവർ ലേറ്റായി വന്നതിൽ അവന് ദേഷ്യം വന്നു. അവന്റെ ദേഷ്യപ്പെട്ട നോട്ടം കണ്ട് ഗായത്രി മുഖം താഴ്ത്തി. നമ്മൾ പെട്ടു, രാഹുൽ ശ്രുതിയോട് മന്ത്രിച്ചു. 4 പേരും അവന്റെ അനുവാദത്തിനായി വാതിലിൽ മിഴിച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ സൂര്യൻ അലറി, ഗെറ്റ് ഇൻ. 4 പേരും ഓടി ക്ലാസ്സിൽ കയറി അവരവരുടെ സീറ്റുകളിലേക്ക് ഇരുന്നു. സൂര്യൻ ടെക് ഫെസ്റ്റുമായി ബന്ധപ്പെട്ട് ഓരോ കമ്മിറ്റികളും രൂപീകരിക്കുകയും അതിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുകയുമായിരുന്നു. ഓരോ കമ്മിറ്റിക്കും സ്റ്റുഡൻറ് ഇൻചാർജും കുറേ സ്റ്റുഡൻറ് മെമ്പേഴ്സിനെയും അവൻ ഉൾപ്പെടുത്തി. കുട്ടികളുടെ അനുവാദം ചോദിക്കാതെയാണ് അവൻ നിർദ്ദേശിക്കുന്ന ആളുകളെ പല കമ്മിറ്റികളിലായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവൻ്റെ ഈ നയം ഭൂരിഭാഗം കുട്ടികൾക്കും ഇഷ്ടപ്പെട്ടു. ആരെയും ഒഴിവാക്കി നിർത്താതെ എല്ലാവരെയും ഉൾപ്പെടുത്തിയാണ് സൂര്യൻ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതും ഓരോ കമ്മിറ്റിയെയും ഭാഗമാക്കുന്നതും. ഗായത്രി, അവൻ്റെ ഉച്ചത്തിലുള്ള വിളി കേട്ട് അവൾ പേടിയോടെ എഴുന്നേറ്റു. ടെക്നിക്കൽ വർക്ക്ഷോപ്പുകളുടെ സ്റ്റുഡൻറ് ഇൻചാർജ് ഗായത്രിയാണ്. സൂര്യൻ്റെ ശബ്ദം ഉയർന്നു കേട്ടു. അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. ദയനീയമായി അവൾ സിമിയെ നോക്കി. സിമി ചിരി അടക്കി പിടിച്ചിരിക്കുകയായിരുന്നു. കാരണം കോളേജിലെ ഏതു പരിപാടിയിൽ നിന്നും പതിയെ ഉൾവലിഞ്ഞു നിൽക്കുന്ന പ്രകൃതമാണ് ഗായത്രിയുടേത്. അപ്പോഴാണ് സൂര്യൻ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റികളിൽ ഒന്നിൻ്റെ ഹെഡായി ഗായത്രിയെ നിയമിച്ചത്. ഗായത്രിയുടെ പരിഭ്രമം കണ്ട് അവൻ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. ഡിഡ് യു ഹിയർ മീ? യെസ് സർ. അവൾ ഭയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഇത്രയും വലിയൊരു റോൾ തനിക്ക് കൈകാര്യം ചെയ്യാൻ കഴിയില്ലെന്ന് അവൾക്ക് തോന്നി. യുവർ ടീം മെമ്പേഴ്സ് ആർ രാഹുൽ, സിമി, ശ്രുതി, ഇഷാൻ. അങ്ങനെ ഒരു 8 കുട്ടികളുടെ നീണ്ട ലിസ്റ്റ് തന്നെ അവൻ പറഞ്ഞു. പിന്നെ അടുത്ത ദിവസം മുതൽ ഓരോ കമ്മിറ്റിയിലെയും സ്റ്റുഡൻറ് ഇൻചാർജും അതിലെ അംഗങ്ങളും ചെയ്യേണ്ട കാര്യങ്ങൾ അവൻ വിശദീകരിച്ചു. ഡിസ്കഷൻസ് എല്ലാം കഴിഞ്ഞ് അവൻ ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് പോയി. ക്ലാസ് റൂം ആകെ ബഹളമായിരുന്നു. എല്ലാവരും ടെക് ഫെസ്റ്റിനെ പറ്റിയുള്ള ചർച്ചകളിലായിരുന്നു. ഗായത്രി സിമിയെ ടെൻഷനോടെ നോക്കി. സിമി, എനിക്കിതിൽ നിന്ന് ഒഴിവാക്കണമായിരുന്നു. ഗായത്രി സിമിയോട് പറഞ്ഞു. നീ പോയി പറഞ്ഞാൽ മതി, അപ്പോൾ തന്നെ സൂര്യൻ സർ സമ്മതിക്കും. സിമി അവളെ പുച്ഛിച്ചു. നീ കണ്ടില്ലേ, സർ ക്ലാസ്സിൽ എല്ലാവർക്കും എന്തെങ്കിലും ഒരു റോൾ അസൈൻ ചെയ്തിട്ടുണ്ട്. ഒരാൾക്കും ഈ ഇവൻറ്റിൽ നിന്ന് ഒഴിയാൻ സാധിക്കില്ല. സിമി, നിനക്കറിയാലോ, വൈകുന്നേരമൊക്കെ ലേറ്റായി പോകേണ്ടി വരും. സാധാരണ ഈവനിങ് അല്ലേ ഞാൻ ട്യൂഷൻ സെൻറ്ററിൽ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാൻ പോകുന്നത്. ഇവിടെ ടെക് ഫെസ്റ്റിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ നിന്നു കഴിഞ്ഞാൽ ട്യൂഷൻ എടുക്കാൻ പോകുന്നത് എങ്ങനെയാണ്? ഗായത്രി ആകുലപ്പെട്ടു. നിനക്കറിയാലോ, ആ ട്യൂഷൻ കൊണ്ടാണ് എൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഞാൻ പണം കണ്ടെത്തുന്നതെന്ന്. സാരമില്ല, നമുക്ക് സാറിനോട് സംസാരിച്ചു നോക്കാം. സാർ സമ്മതിക്കുമോ? അപ്പോഴേക്കും രാഹുലും ശ്രുതിയും അവരുടെ അടുത്തേക്ക് വന്നു. ഒടുവിൽ അവളെ സ്റ്റുഡൻറ് ഇൻചാർജ് സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് സൂര്യൻ സാറിനോട് റിക്വസ്റ്റ് ചെയ്യാമെന്ന് അവർ 4 പേരും കൂടി തീരുമാനിച്ചു. അവർ 4 പേരും സ്റ്റാഫ് റൂം ലക്ഷ്യമാക്കി നടന്നു. അവർ ഉന്തിത്തള്ളി ഗായത്രിയെ സൂര്യൻ സാറിൻ്റെ ക്യാബിൻ മുമ്പിലേക്ക് വിട്ടു. ഗായത്രി സൂര്യൻ്റെ ക്യാബിൻ്റെ വാതിലിൽ പതുക്കെ മുട്ടി. യെസ്. ഉള്ളിൽ നിന്ന് സൂര്യൻ്റെ ഘനഗംഭീരമായ ശബ്ദം കേട്ടു. ഗായത്രി ഉടനെ വാതിൽ പതുക്കി തുറന്നു. എക്സ്ക്യൂസ് മീ സർ. സൂര്യൻ മുഖമുയർത്തി നോക്കി. അവൻ്റെ മുഖത്ത് ചോദ്യഭാവം നിറഞ്ഞു. സർ, യെസ്.
അവൻ കസേരയിൽ ചാരിയിരുന്ന് അവളെ നോക്കി. സർ, അത് ഗായത്രി വിക്കി വിക്കി സംസാരിക്കുന്നത് കണ്ട് അവൻ്റെ പുരികം വളഞ്ഞു. അവൻ്റെ മുഖത്ത് ചെറിയ കലിപ്പ് പ്രത്യക്ഷമായി. അവൾ ഉമിനീരിറക്കി. സർ, എനിക്ക് വർക്ക്ഷോപ്പിൻ്റെ ഇൻചാർജ് ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. സോറി സർ, എന്നെ അതിൽ നിന്ന് ഒഴിവാക്കി തരണം, അവൾ ചെറിയൊരു വിറയലോടെ പറഞ്ഞു. അവൻ റിവോൾവിംഗ് ചെയറിൽ ചാരി ഇരുന്ന് വിയർത്തു നിൽക്കുന്ന അവളെ സൂക്ഷിച്ചു നോക്കി. ദേഷ്യം കൊണ്ട് അവൻ്റെ മുഖം ചുവന്നു. സി ഗായത്രി, ഞാൻ ഫോം ചെയ്ത സ്റ്റുഡൻറ് ഗ്രൂപ്പുകളിൽ ഒന്നും യാതൊരു മാറ്റവും വരുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ക്ലാസ് റൂമിൽ പഠിക്കുന്നത് മാത്രമല്ല പഠനം. കുട്ടികൾക്ക് ഇൻഡസ്ട്രി എക്സ്പേർട്സുമായിട്ടുള്ള എക്സ്പോഷറിലൂടെ മാത്രമേ പുസ്തകങ്ങൾക്ക് അപ്പുറം പഠിക്കാൻ കഴിയൂ. അവൻ പറഞ്ഞു നിർത്തി. സർ, അത് പിന്നെ എനിക്ക് പകരം വേറെ സ്റ്റുഡൻസിനെ നിർത്താൻ പറ്റുമോ? നോ. വാട്ട്സ് എ റീസൺ? സൂര്യൻ ചോദിച്ചു. ഗായത്രി മിണ്ടിയില്ല. തനിക്ക് എന്താണ് പറ്റാത്തത്? എങ്ങനെയാണ് കാര്യങ്ങൾ പഠിക്കുന്നത്? ഇതുപോലെ ഒരു ഇവൻറ്റിൽ നിന്ന് തനിക്ക് മാത്രം മാറി നിൽക്കാൻ കഴിയില്ല ഗായത്രി. സൂര്യൻ ഉറപ്പിച്ചു പറഞ്ഞതും ഗായത്രിയുടെ കണ്ണുകൾ നിറഞ്ഞു. സർ പ്ലീസ്. സൂര്യൻ പെട്ടെന്ന് ദേഷ്യത്തോടെ അലറി. ഗായത്രി, ഇനഫ് ഓഫ് ദിസ് നോൺസെൻസ്. പ്ലീസ് ഗെറ്റ് ഔട്ട് ഓഫ് മൈ ക്യാബിൻ. അവൻ്റെ ശബ്ദം കേട്ട് ഗായത്രി ഒന്ന് വിറച്ചു. അവളുടെ കണ്ണിൽ നിറഞ്ഞു നിന്ന കണ്ണുനീർ പുറത്തേക്ക് ഒഴുകാതിരിക്കാൻ അവൾ ശ്രമിച്ചു. ഒന്നും പറയാതെ അവൾ തലകുനിച്ചു. പതുക്കെ തിരിഞ്ഞ് വാതിലിലേക്ക് നടന്നു. തുടരും. കാത്തിരിക്കണേ. കഥ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ചെയ്യണേ. താങ്ക് യു.